ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ J4 Plus സ്മാർട്ട് ഫോൺ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. സുഹൃത്തുക്കളെ, ബെസ്റ്റ് ടെക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സമ്മാനങ്ങളൊക്കെ കൊടുക്കാനായി കുറേ ആൾക്കാർ ബജറ്റ് സ്മാർട്ട് ഫോണുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണ് വളരെ നല്ല ഒരു ബജറ്റ് സ്മാർട്ട് ഫോണാണ്, സാംസങ്ങിൻ്റെ J4 Plus. നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ള ഒരു റിവ്യൂ കൂടെ ഇടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ആ റിവ്യൂ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് സാംസങ്ങിൻ്റെ J4 Plus. 2GB റാം വരുന്നുണ്ട്, 32GB ഇൻറ്റേർണൽ മെമ്മറിയും. നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും, അതുപോലെ തന്നെ LED ഫ്രണ്ട് ഫ്ലാഷും. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്. 1.4 GHz ക്വാഡ് കോർ പ്രൊസസ്സർ ഉണ്ട്. അതേപോലെ ക്യാമറ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതുപോലെ തന്നെ ഫോണ് കാണാം. നല്ല വലിയ ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണ്. ഇതിൽ വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. മാനുവൽ ചാർജർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചാർജർ ഫാസ്റ്റ് ചാർജർ അല്ല. അതുകൊണ്ട് തന്നെ ചാർജിങ്ങിൻ്റെ സ്പീഡ് പുതിയ ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. USB കേബിളുണ്ട്. അതേപോലെ തന്നെ ഒരു ഹെഡ്ഫോണുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു ഫോണാണ് ഈ ഫോൺ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് പോലെ തന്നെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നിലും പിന്നിലൊക്കെ ഒരുപോലെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ ഫോണ് ബൂട്ടായിരിക്കുകയാണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 8 Oreo ആണ്. ഇതിൽ സെൽഫി മോഡിലും ഫ്ലാഷ് എനേബിൾ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ഫോണാണ്, എന്നാലും കയ്യിലൊതുങ്ങും. പിന്നെ ഒരു പോരായ്മ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് റീഡറൊന്നും ഇതിൽ ലഭ്യമല്ല. സാംസങ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോണിൽ ഇങ്ങനെ ഒരു പ്രീമിയം പെബിൾ ഡിസൈൻ കൊടുത്തത് വളരെ നല്ല ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സാധാരണ ബഡ്ജറ്റ് ഫോണുകളും പ്രീമിയം ഫോണുകളും നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു പ്രീമിയം ഫോണായിട്ട് തന്നെയാണ് കാണുന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക. പവർ ബട്ടൻ്റെ മുകളിലായിട്ട് ഈ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാലും സ്പീക്കർ ബ്ലോക്ക് ആവില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം കാർഡിൻ്റെ സ്ലോട്ട്, അതുപോലെ തന്നെ മെമ്മറി കാർഡിനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് 3.5mm ഓഡിയോ ജാക്കും അതുപോലെ മൈക്രോ USB പോർട്ടുമാണ്. രണ്ട് സൈഡും ഒരുപോലെ ഗ്ലാസ് ആയാലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പൊടി അതുപോലെ ഫിംഗർ പ്രിൻ്റൊക്കെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റുകൾ ഇതിൻ്റെ ബോഡിയിൽ വന്നതായിട്ട്. ഇതിൻ്റെ സർഫസിൽ ഫ്ലാറ്റായിട്ടാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേസൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അവരുടെ മൊബൈൽ ക്യാമറ ഒന്ന് കുഴിഞ്ഞ രീതിയിലാവും ഉണ്ടാവുക. ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഏതായാലും ഒരു ഫുൾ റിവ്യൂ ഇടുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് ഏതായാലും കൂടുതൽ ഈ ഫോണിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് റിവ്യൂ കാണാനോ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.